ഇന്നലെ നമ്മൾ കേട്ടത് രാജ്യത്തെ മുഴുവൻ ആളുകളും പോയാലും താൻ ബി.ജെ.പിയിൽ പോകില്ലെന്ന എം.വി. ശ്രേയാംസ്കുമാറിൻ്റെ അടിയുറച്ച നിലപാടും വാക്കുകളുമാണ്. കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്കും ഇത് പറയാൻ സാധിക്കും? കേന്ദ്ര മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ബി.ജെ.പി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നിട്ടും നിലപാട് മാറ്റിയില്ല. അങ്ങനെ അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്നയാളല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ശ്രേയാംസ്കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രമുഖരെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ബി.ജെ.പി. അതുകൊണ്ട് തന്നെ പല പ്രമുഖരെയും നോട്ടമിടുന്നു. കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മുമ്പും പലരെയും സമീപിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇതിനിടെ തനിക്കും അത്തരമൊരു ഓഫർ വന്നിരുന്നുവെന്ന് വെളിപ്പെടുത്താൻ പോലും RJD സംസ്ഥാന പ്രസിഡന്റ് കൂടിയ എം.വി. ശ്രേയാംസ്കുമാർ തയ്യാറായി. ഇതുപോലും ആരും പറയാത്തതാണ്. മത്സരിക്കാൻ മോദി ദക്ഷിണേന്ത്യ തിരഞ്ഞെടുത്താൽ അത് തൃശ്ശൂരിലാകാൻ സാധ്യതയുണ്ട്. ബി.ജെ.പിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം. ഇടതുമുന്നണിക്കൊപ്പമുള്ള RJD ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചപ്പോൾ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന മുന്നണി യോഗത്തിൽ RJD ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടിക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. ആദ്യം 2.5 വർഷത്തിന് ശേഷം പരിഗണന ഉണ്ടാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ആവശ്യം മുന്നണി നിരസിച്ചു. നേരത്തെ പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോഴാണ് CPM-ന്റെ കണ്ണിലെ കരടായി മാറിയത്. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നതിൽ പോലീസ് തെറ്റ് ചെയ്തെന്നും തിരുത്തണമെന്നുമാണ് ശ്രേയാംസ്കുമാർ അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. എലത്തൂർ കേസിൽ മാതൃഭൂമി ജീവനക്കാർക്കെതിരെയുള്ള പോലീസ് നടപടി അത് ചൂണ്ടിക്കാട്ടിയാണ് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ വിമർശനം ഉന്നയിച്ചത്. ഒരു ഗവൺമെന്റിനെ വിമർശിച്ചാൽ, അവരുടെ നടപടികളെ വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ വകുപ്പുള്ള രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. റിപ്പോർട്ടർമാർക്കെതിരെ പോലീസ് കേസെടുക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല. എലത്തൂർ കേസിൽ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് മാതൃഭൂമി റിപ്പോർട്ടറുടെ ഫോണടക്കം പിടിച്ചെടുത്തതും ജീവനക്കാർക്കെതിരെ കേസെടുത്തതും. ഏതായാലും പാർട്ടി അസംതൃപ്തിയിലാണ്. ഈ മുന്നണിയിൽ ഘടകകക്ഷി എന്ന നിലയിൽ മന്ത്രിസ്ഥാനം കിട്ടാത്ത ഏക പാർട്ടി RJD-യാണ്. ബാക്കിയുള്ളവർക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകി. എന്തുകൊണ്ടും ആളും അർത്ഥവുമുള്ള RJD-യെ ഒഴിവാക്കിയതൊട്ടും ശരിയായില്ല.